ഇല്ല. നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ഖുർആൻ പിന്നെ എന്താണ്, വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹി വബ്തഗി ബൈന ദാലിക സബീല. നിന്റെ പ്രാർത്ഥന ഉറക്കെയാക്കരുത്, പതുക്കെയാക്കുകയും ചെയ്യരുത്. രണ്ടിനും മധ്യയുള്ള നിലപാട് നീ സ്വീകരിക്കുക. അതിൽ കൊടുത്ത തഫ്സീറിൽ കാണാം, ഉറക്കെയാക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെയാക്കരുത്. പതുക്കെയാക്കരുത് പറഞ്ഞാൽ ഹത്താ ലാ തസ്മഅ നഫ്സുക, നീ തന്നെയും കേൾക്കാത്ത വിധം നീ പതുക്കെയാക്കുകയും. നമ്മളും കൂടി കേൾക്കാതെ എന്റെ മനസ്സിലുണ്ട് അറിയാം അല്ല, ചൊല്ലണം. ചൊല്ലുന്നത് നമ്മുടെ ശരീരം കേൾക്കണം. നാം മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട കാര്യമില്ല. അത് ഇമാമ നിൽക്കുമ്പോൾ മമ്മൂമികൾക്ക് വേണ്ടി ഉറക്കെ ചൊല്ലാൻ പഠിപ്പിച്ചെടുത്ത് ഉറക്കെ ചൊല്ലാമെന്നല്ലാതെ അല്ലാത്ത ശൈലി അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്നർത്ഥം. അതെ, കുറവ് നമ്മൾ അങ്ങനെ തന്നെ സ്വയം കേൾക്കണം. അതാണ് അതിലൊരു അദബ്. അപ്പം ഏതായാലും അതിര് വിടൽ, അത് സമയത്തിൽ, ശബ്ദത്തിൽ, അതേപോലെ വർണ്ണനകളിൽ എല്ലാം ഉണ്ട് അതിര് വിടുന്ന ശൈലി എന്നർത്ഥം. നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഹസൻ ബസ്രി പറഞ്ഞത്. ചില ആളുകൾ പ്രാർത്ഥിച്ചപ്പോൾ, ഹസൻ ബസ്രി താബിഇയാണ്, 500ഓളം സഹാബിമാരെ കണ്ട് ദീന് പഠിച്ച ആളാണ്. ഹസൻ ബസ്രി പള്ളിയിലിരിക്കുമ്പോൾ പള്ളികളിൽ ചില ആളുകൾ ദുആ ചെയ്തപ്പോൾ ഒരിങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഒച്ച കൂട്ടിയതൊന്നുമല്ല, ഒരിങ്ങനെ ദുആ കണ്ട് ശബ്ദം കുറച്ച് കൂടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊക്കെ കണ്ടുപഠിച്ച സ്വഹാബിമാർ അവരാരും ഈ ഭൂമുഖത്ത് സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമലും പരസ്യപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന അമല്, ചില അമല് സ്വകാര്യം ചെയ്യാൻ പറ്റൂല. ഫർദ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, അത് ആരും അറിയാതെ സ്വകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. പള്ളിക്ക് വരുന്ന എല്ലാവരും അറിയും. ഹജ്ജിന് പോവുക, അത് സ്വകാര്യത്തിൽ ആടില്ലാത്ത സമയത്ത് ഏതെങ്കിലും മാസം വയ്ക്കാണ് ഒറ്റ ഹജ്ജ് തരാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് ആൾക്കാർ കണ്ടുകൊണ്ടേ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ നോമ്പതല്ല, നോമ്പ് സ്വകാര്യമായി ചെയ്യാൻ കഴിയും. നമുക്ക് നോമ്പുണ്ടോ എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല. അത്താഴത്തിന് നീച്ചിട്ടുണ്ടാവും, നോമ്പെടുക്കാൻ ഇരിക്കലുണ്ടാവും എന്നല്ലാതെ നോമ്പുകാരനാണോ അല്ലേ എന്നുള്ളത് നമ്മൾ റബ്ബും മാത്രമേ അറിയുള്ളൂ. ഭാര്യ പോലും അറിയില്ല. അത്താഴം വെച്ചിട്ട് സാഹചര്യം പോകുന്നു, പിന്നെ എവിടെയും വല്ലതും തിന്നണോ ആർക്കറിയാം. അപ്പം അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമൽ പരസ്യമാക്കൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വലഖദ് കാനൽ മുസ്ലിമൂന യജ്തഹിദൂന ഫിദ്ദുആ, സഹാബിമാർക്ക് ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ വലാ യുസ്മഉ ലഹും സൗത്തുൻ ഇൻ ഹുവ ഇല്ലൽ ഹംസു ബൈനഹും വബൈന റബ്ബിഹിം, അവരുടെ പ്രാർത്ഥനയിൽ ശബ്ദം ഉയരുമായിരുന്നില്ല. അവരും പടച്ചറബുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളായിരുന്നു അവിടെ പ്രാർത്ഥനകളെല്ലാം. അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണം, അതാണ് സ്വഹാബത്തിന്റെ പ്രാർത്ഥനകൾ എന്ന് ചില ആളുകൾ സൗണ്ട് കൂടിയപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞെടുത്താണ്. സൗണ്ട് കൂട്ടിയതല്ല, ഒരു ദ്വാരപ്പം കണ്ട് കുറച്ച് ഒച്ച കൂടി. അപ്പം ഹസൻ ബസ്രി പറയാം, സ്വഹാബികളൊക്കെ ഇങ്ങനെയാണ്, ഒരു വരക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പം എന്താ അങ്ങനെ ഒരു ശബ്ദം കൂടൽ എന്ന് അദ്ദേഹം ഇവിടെ തിരുത്തി കൊടുക്കുന്നു. എന്നിട്ട് ഈ ആയത്തിൻ്റെ തഫ്സീർ കാണാൻ പറ്റും. സുതാറാഫി തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ ഒട്ടുമിക്ക തഫ്സീറിലും ഹസൻ ബസ്രിയുടെ ഈ സംഭവം എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിസ്കാരം ബന്ധപ്പെട്ടത് ദുആയുടെ കാര്യത്തിൽ. ഇതിലാണ് തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ ഈ സംഭവം കൊടുത്തിട്ട് പറഞ്ഞത്, ഒരു ആശൽ ഹസനു ഇലാ ഹാദ സമാനിൽ അജീബ്, അത്ഭുതകരമായ ഈ കാലത്തൊക്കെ ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറയാന്ന്. അന്ന് ചില മനുഷ്യന്മാർ ഒച്ച കൂടി ഇപ്പം ഹസൻ ബസ്രി ഇങ്ങനെ പറഞ്ഞെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തു പറയും എന്ന് തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ 700 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച അല്ലതി ഇപ്പൊ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അവർ സ്വയം പേര് വെക്കുന്നു ഷെയ്ഖുമാരാണ് എന്ന്. സ്വയം പേരിട്ടുകൊണ്ട് ഷെയ്ഖിന് പേരും വെച്ചുകൊണ്ട് കുറെ ആളുകൾ ഇപ്പം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു മേന്മയുടെ വേഷമായി അറിയപ്പെട്ട വേഷമാണവർ സ്വീകരിക്കുന്നത്. ഇക്തിസാബ, ഒരു ജോലിക്കും അധ്വാനിക്കാനൊന്നും പോലും പോവുകയില്ല. അവർ പള്ളിയിലോ പ്രത്യേകമായ ചില കേന്ദ്രങ്ങളിലോ അവരെങ്ങനെ മാറി അവിടെ ഇങ്ങനെ കൂടുന്നു. അവരെ കാണാൻ ആളുകൾ അങ്ങോട്ട് വന്ന് കണ്ടോളണം. ഓരോ സമയത്ത് അങ്ങോട്ട് പോകില്ല, ഓരോ അധ്വാനിക്കാൻ പോകില്ല, ഓരോ അവിടെ ഇങ്ങനെ ഇരിക്കും. പ്രത്യേകമായ ചില കേന്ദ്രങ്ങളുണ്ട്, പ്രത്യേകമായ ചില പള്ളികൾ അവർക്കുണ്ട്. അവർ കുറെ മുരീദുമാരുണ്ട്. ഈ മുരീദുമാർ ഇവരുടെ കുറെ കറാമത്തുകൾ നാട്ടിലൊക്കെ പ്രചരിപ്പിക്കും. ഈ മുരീദുമാർ ഇവിടെ കറാമത്തുകൾ പ്രചരിപ്പിക്കും. ഇവർക്ക് വേണ്ടി മുരീദുമാർ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ രേഖപ്പെടുത്തി അതിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു.
എന്നിട്ട് ഇവരെ കാണാൻ ആളുകളൊന്നാകെ വരുമ്പോൾ ഇവർ തലക്കെ താഴ്ത്തി അധികമൊന്നും സംസാരിക്കാതെ അവരെങ്ങനെ ഒരു പ്രത്യേകമായ ഭക്തി അവർ അഭിനയിക്കുന്നു. വനസ്ബി ഐദീഹിം ലിത്തഖബീൽ, അവരെ കൈകൾ ജനങ്ങൾക്ക് ചുംബിക്കാൻ വേണ്ടി അവർ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഹസൻ ബസ്രി കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്ന് 700 കൊല്ലം മുമ്പ് പിന്നെ അബു ഹയ്യാൻ അൽ ഉന്ദുലുസി തഫ്സീർ ബഹ്റുൽ മുഹീത്ത് അദ്ദേഹം എഴുതി വെക്കുക. അദ്ദേഹം പറയും, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ആളുകൾക്കും ജനങ്ങൾ പണം കൊടുക്കുന്നുണ്ടല്ലോ, ഇവർക്കും ജനങ്ങൾ നേർച്ച നേടുന്നുണ്ടല്ലോ, ഇവർക്ക് വേണ്ടി വഖഫുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. ഇവർ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദിക്റുണ്ടാക്കി കൊടുക്കുന്നു. ഉയർത്തിബിലഹും അദ്കാറൻ, ജനങ്ങൾക്ക് ഇവർ ദിക്റുണ്ടാക്കി കൊടുക്കും. ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സൽ വലാ നബിയ്യും മുർസൽ, അല്ലാഹ് ആകാശത്ത് നിന്ന് ഇറക്കിയ ഒരു കിതാബിലും ആ ദിക്റുണ്ടാവില്ല. അല്ലാഹ് നിയോഗിച്ച ഒരൊറ്റ റസൂലും ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ദിക്ർ ഉണ്ടാക്കി കൊടുക്കണത്. ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് ആരും ചൊല്ലാത്ത ദിക്ർ, അല്ലാഹ് ഇറക്കിയ ഒരു കിതാബിലും ഇല്ലാത്ത ദിക്ർ, അങ്ങനത്തെ ദിക്ർ ഇവർ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ കുറെ ശൈഖുമാർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഹസൻ ബസ്രി കാണുകയാണെങ്കിൽ ഹസൻ ബസ്രി എന്തായിരിക്കപ്പോ പറയുക എന്ന് 700 കൊല്ലം മുമ്പാണ് എഴുതി വെക്കുന്നത്. അന്ന് നമ്മൾ സ്വലാത്ത് തകർന്നു പറ്റില്ല, ആ കാലത്താണ് പറയണത്. അപ്പൊ ഇന്നിപ്പോ അവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തൊക്കെ പറയാൻ ബാക്കിയുള്ളത്. അപ്പൊ ഈ ആയത്തിലാണ് ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക ഇല്ല എന്ന ആയത്ത് വ്യാഖ്യാനിച്ചപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം അവിടെ എടുത്തു കൊടുത്തത്. അല്ലാഹു അഅലം.